സുഹൃത്തുക്കളെ, സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നടന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം എന്ന് പറയപ്പെടുന്ന ആ രാഷ്ട്രീയക്കാരന് സത്യം പറയാലോ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതും BJP രാഷ്ട്രീയം ആയതുകൊണ്ട് ഞാൻ വളരെയധികം വെറുത്തു പോകുന്ന രീതിയിൽ തന്നെ അദ്ദേഹം മാറിപ്പോയിട്ടുണ്ട്. എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായമാണ്. പക്ഷേ ഇന്ന് ഞാൻ കണ്ട ഈ ഒരു സംഗതി ഇന്ത്യൻ സിനിമ ഗാലറി എന്ന് പറയുന്ന അതിൽ വന്ന ഒരു വാർത്തയാണ്. ആ ഒരു വാർത്ത എനിക്ക് തീരെ ഇഷ്ടമായില്ല. കാരണം അതിൻ്റെ ഒരു തമ്പിനയിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്നൊക്കെ തോന്നിപ്പോകും. അത് സുരേഷ് ഗോപിക്ക് നേരെയുള്ള ഒരു ആക്രമണമായിട്ട് തന്നെയാണ് ഇത് നമ്മൾ എടുക്കേണ്ടത്. സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുക്കാനെത്തിയ യുവതിയുടെ കൈ കുടുങ്ങി കാറിന്റെ ഡോറിൽ. ഇത് കേട്ട് കഴിഞ്ഞ് നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് വിശ്വസിക്കുന്ന എന്തുവാണ്, സുരേഷ് ഗോപിക്ക് ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് പല നിവേദനങ്ങളും പല അപേക്ഷകളും സുരേഷ് ഗോപി സ്വീകരിക്കുന്നില്ല. സുരേഷ് ഗോപി ജയിക്കുന്നവരെ തൃശ്ശൂരുകാരെ നിങ്ങൾ എനിക്ക് വേണം, ഞാൻ നിങ്ങളെ പൊന്നാണ് ചക്കരയാന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. ജയിച്ചു കഴിഞ്ഞപ്പോൾ തൃശ്ശൂരുകാരല്ല, ഒരു മനുഷ്യന് ഒരു വില വെക്കുന്നില്ല എന്ന് മാത്രമല്ല രാജാവിനെ പോലെ നടക്കുകയാണ്, അയാൾ സ്വയം ഒരു രാജാവ് ചമയാണ് എന്നുള്ള വർത്തമാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തമ്പനയിലൊക്കെ സ്വാഭാവികമായിട്ട് വരും. ഈ തമ്പനയിൽ കേട്ട് കഴിഞ്ഞ് നമുക്ക് തോന്നുന്ന കാര്യം, നിവേദനം കൊടുക്കാനെത്തിയ ഒരു സ്ത്രീ എങ്ങാന് അദ്ദേഹത്തിന് നിവേദനം കൊടുക്കാൻ വേണ്ടി കൈയിട്ട സമയത്ത് കാറിന്റെ ഡോറ് പിടിച്ചു വലിച്ച് അവരെ കൈ കുടുങ്ങി ആകെ പ്രശ്നമായി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഭയങ്കര വിഷയമായി എന്നൊക്കെ ആയിരിക്കും. പക്ഷേ അതൊന്നുമില്ല. എന്നാൽ അവസാനത്തിൽ എന്തോ ഒന്നുണ്ട്. ഒന്ന് കണ്ടോക്കണേ. ഇതിൽ സംഭവിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാള് പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാണ്, എന്തോ ഒരു അപേക്ഷ. അവര് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ സുരേഷ് ഗോപിയോട് പറയാനായിരിക്കും. എന്തായാലും സുരേഷ് ഏട്ട എന്നൊക്കെ വിളിച്ചിട്ട് വരുന്നത്. എന്തായാലും ആ ഒരു മന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന്റെ രീതി ഡോറിന്റെ ഇപ്പുറത്തൂടല്ല, ഈ സൈഡിലൂടെയാണ്. സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ കാറൊന്ന് പിടിച്ച് ആ ഡോറൊന്ന് പിടിച്ചൊന്ന് അടയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ കൈ ഇപ്പോൾ പണിയായനെ. പക്ഷെ പെട്ടെന്ന് അടയ്ക്കൽ നമ്മുടെ സുരേഷ് ഗോപിയും അത് തടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ദൃശ്യം ഒന്നുകൂടി കാണാം. അദ്ദേഹം കയറിയിരിക്കുന്നു, കാർ ഇതിന്റെ കണ്ടില്ലേ അടച്ചു കഴിഞ്ഞ കുടുങ്ങിയനെ. പക്ഷേ അത് വാങ്ങിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ മുഖഭാവം ഒന്ന് ശ്രദ്ധിക്കണേ. എന്തോ പറയുന്നുണ്ട്. ഈ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വേറൊരു സ്ത്രീ കൂടി ഒരപേക്ഷ കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നത്, ഈ ജനപ്രതിനിധികൾക്ക് ഇങ്ങനെ അപേക്ഷ കൊടുക്കണമെങ്കിൽ ഈ അപേക്ഷ വാങ്ങിക്കാനുള്ള സമയം പോലും ഇല്ലാതെയാണോ ഈ ജനപ്രതിനിധികൾ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്? ഞാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ പറ്റി മാത്രമല്ല കേട്ടോ പറയുന്നത്. ഇതുപോലെ ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വേണ്ടി നമ്മൾ ജയിപ്പിച്ചു വിട്ടു എന്നതിനേക്കാൾ നമ്മൾ അവരെ ജയിപ്പിച്ചു വിടുന്നത് നമ്മുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ്. ഞങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അല്ലെ, ഞങ്ങളിൽ നിന്ന് ജയിച്ചു പോയ ഒരാളല്ല എന്നുള്ളതാണ്. ഞങ്ങളെ റെപ്രസെന്റ് ചെയ്ത് മാത്രമാണ് അപ്പുറത്ത് പോയിരിക്കുന്നത്. അതായത് ഞങ്ങൾ തന്നെയാണ് നിങ്ങൾ എന്നുള്ള ആ ഒരു വ്യക്തിക്ക് ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ അപേക്ഷിച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ വന്ന് ഇതൊന്ന് കൊടുത്തോട്ടെ എന്ന് ചുറ്റുമുള്ള ആളുകളോടൊക്കെ, ഈ സിംഗരന്മാരോടൊക്കെ അപേക്ഷിച്ച് നോക്കൂ. ഇതിന്റെ അവസാനത്തിൽ ഒരു സ്ത്രീ ഇതൊന്ന് കൊടുത്തോട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കുക പോലും ചെയ്യാതെ ഡോറടച്ച് അദ്ദേഹം പോയി കഴിഞ്ഞു. എനിക്ക് മനസ്സിലാവാത്ത ഒരൊറ്റ കാര്യം, ഈ ജനപ്രതിനിധികൾക്ക് ഇത്തരത്തിലുള്ള അപേക്ഷകൾ വാങ്ങിക്കുവാൻ ഒരല്പസമയോടെ കാത്തു നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പരാതികളായിട്ട് വന്നിട്ടുണ്ടോ എങ്കിൽ അതെല്ലാം തരൂ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അതൊരു 10 മിനിറ്റ് അതിനു വേണ്ടി മാറ്റിവെക്കാനുള്ള സമയമൊന്നും ഇവർക്കില്ലേ? ഇവരെങ്ങണ്ടാണ് ഈ പായുന്നത്? എന്തായാലും ഇവർ ജയിച്ചത് ഇവരെ പേഴ്സണൽ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടല്ല, ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവോടെ അവിടെ പോയിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി ഒരു 5-10 മിനിറ്റ് പോലും കാത്തു നിൽക്കാൻ ഇവർക്കൊന്നും സമയമില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?